വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അതായത് നൈഫ്സ്, കത്തികൾ. അപ്പോൾ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ കത്തികൾ നോക്കി ലോ ക്വാളിറ്റി ഉള്ള കത്തികൾ വാങ്ങുന്നതിന് പകരം നല്ല ക്വാളിറ്റി ഉള്ള കത്തികൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് അടുക്കള ഒരു കത്തി മതി എല്ലാത്തിനും യൂസ് ചെയ്യാനായിട്ട്. അത് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കത്തി കണ്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിട്ട് നമുക്ക് നല്ല നൈസായിട്ട് നല്ല ഫാസ്റ്റായിട്ട് വരെ നമുക്ക് അരിയാൻ പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ അരിയുമ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ അടിയിൽ എപ്പോഴും ഒരു നോൺ സ്ലിപ്പ് മാറ്റോ ഒരു ടവലോ ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കട്ടിംഗ് ബോർഡ് സ്ലിപ്പാവാതെ നല്ല ഫേം ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കത്തികൾ സൂക്ഷിക്കുമ്പോൾ അതെപ്പോഴും നല്ല ഷാർപ്പൺ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. ഒരു നൈഫ് ഷാർപ്പനറോ അല്ലെങ്കിൽ നമുക്കറിയാം കല്ലിലിട്ട് ഉരച്ചോ നന്നായി ഷാർപ്പൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു ചോപ്പറിൻ്റെ ആവശ്യം പോലും ഇല്ല, ഒരു കത്തി മതി എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിനെ പറ്റിയാണ്. അതായത് വുഡൻ കട്ടിംഗ് ബോർഡ്. അത് നമ്മൾ കുറേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നടുക്ക് കണ്ടോ വെള്ള കളർ പാടും, ചുറ്റും ഒരു പൂപ്പൽ പോലെയൊക്കെ വരും. അപ്പം നമ്മൾ അത് മാറ്റാനായിട്ട് ദിവസവും എണ്ണ പുരട്ടി വെക്കുക. അതായത് കുറച്ച് ഏറെ എണ്ണ തന്നെ പുരട്ടണം, ഒലിവെണ്ണയോ നല്ലെണ്ണയോ ഏതെങ്കിലും എണ്ണ നന്നായി പുരട്ടി രാത്രി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം രാത്രി മൊത്തം അത് ഇരുന്ന് അബ്സോർബായി രാവിലെ നന്നായി തിളങ്ങിയിരിക്കും, ഒരു പുതിയ കട്ടിംഗ് ബോർഡ് പോലെ തന്നെ ഇരിക്കും. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കട്ടിംഗ് ബോർഡ് നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബിരിയാണിയിലൊക്കെ പുതിനയില മല്ലിയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ അരിഞ്ഞിടാറ്? കത്തി വെച്ച് അരിഞ്ഞായിരിക്കും ഇടുന്നത് അല്ലേ? അപ്പോൾ കത്തിക്ക് പകരം നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യുക. ഒരു കത്രിക യൂസ് ചെയ്ത് അരിഞ്ഞ് നോക്കിക്കേ, എന്ത് എളുപ്പമാണെന്നറിയോ. നമ്മൾ പലരും കത്രിക അധികം യൂസ് ചെയ്യാറില്ല കിച്ചണിൽ. പക്ഷേ ഇനി തൊട്ട് നിങ്ങൾ കത്രിക വെച്ച് ഈ ഹെർബ്സ് ഐറ്റം, അതായത് മല്ലിയില പുതിനയിലയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചെറുതായിട്ട് അരിയാനും പറ്റും, നല്ല ഫാസ്റ്റായിട്ട് അരിയാനും പറ്റും. അടുത്ത ടിപ്പ് കരിവേപ്പിലയെ പറ്റിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചണിൽ കരിവേപ്പില യൂസ് ചെയ്യുമ്പോൾ ആദ്യം നന്നായി കഴുകി ഉണക്കി ഇറുത്ത് വെക്കുക. ഇറുത്തതിന് ശേഷം അത് നല്ല ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കണ്ടെയ്നറിലോട്ട് ആക്കാൻ. അപ്പോൾ കണ്ടെയ്നറിൽ ആക്കുമ്പോൾ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ ഇടുക, പിന്നെ കരിവേപ്പില ഇടുക, പിന്നെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടി ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലും പറ്റും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ അവ സൂക്ഷിക്കുന്ന ടിന്നിനകത്ത് ചെറിയ ചെറിയ കരിച്ചകളോ പ്രാണികളോ ഒക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മുടെ ഉണക്കമുളകില്ലേ അതിട്ട് വെക്കാം, അല്ലെങ്കിൽ ബേ ലീവ്സ് വയനയില ഇട്ട് വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാണികൾ വരാതിരിക്കുകയും ചെയ്യും, ഈ പയറുവർഗ്ഗങ്ങൾ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. പയറുവർഗ്ഗങ്ങളിൽ മാത്രമല്ല, അരി ഇട്ടിരിക്കുന്ന പാത്രത്തിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറാറുണ്ടോ? ഈ ഉറുമ്പ് ശല്യം നമുക്ക് എങ്ങനെ കളയാം? അതിനായിട്ട് നമ്മുടെ ക്ലൗസ് ഉണ്ടല്ലോ, ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി. ഒരുപാട് ഗ്രാമ്പു ഒന്നും വേണ്ട കേട്ടോ, 2 ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവത്തേ ഇല്ല. അടുത്ത ടിപ്പ് ഇഞ്ചിയെ പറ്റിയ കേട്ടോ. നിങ്ങൾ ഇഞ്ചിയുടെ തൊലി എങ്ങനെയാണ് കളയാറ്? കത്തി വെച്ചിട്ടാ? ഇനി തൊട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ, നല്ല എളുപ്പത്തിൽ ചെയ്ത് കളയാൻ പറ്റും കേട്ടോ തൊലിയൊക്കെ. ഇനി ഒരു മുട്ടയുടെ ടിപ്പായാലോ. നമ്മൾ മുട്ടയൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതിനകത്ത് എങ്ങാനും മുട്ടയുടെ ഒരു ഷെല്ല് വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? സ്പൂൺ വെച്ചിട്ടാ? അതിൽ സ്പൂൺ വേണ്ട കേട്ടോ, നമുക്ക് മുട്ടയുടെ തോട് വെച്ചിട്ട് തന്നെ നമുക്ക് അതിനകത്ത് വീണ തോടെടുക്കാം, സുഖമായിട്ട് ഇങ്ങി പൊയ്ക്കോളും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കിച്ചൺ ടിപ്സ്. ഇനി ഒരുപാടുണ്ട് കേട്ടോ കിച്ചൺ ടിപ്സ്, പുറകെ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.